സ്പീക്കർ എന്താണ് പറഞ്ഞത് ഈ പ്രതിപക്ഷത്തിന്റെ ബഹളത്തെ തുടർന്ന് എന്നുള്ളത്, അല്ലെങ്കിൽ വി.ഡി. സതീശനോട് എന്താണ് പറഞ്ഞത് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ഒരിക്കൽ കൂടി കേൾക്കാം. ഇതിനകത്ത് ഷെയർ നൽകുന്നതാണ്. നിങ്ങൾ അവിടെ പോയിരുന്നാൽ തരും. ആരാണ് ലീഡർ? ആരാണ്? ഒരുപാട് ലീഡർ ഉണ്ട് ഒപ്പോസിഷന്. ആരാണ് ഒപ്പോസിഷൻ ലീഡർ? ആരാ പറ? ശ്രീ വി ജോയ്. വി.ഡി. സതീശനെതിരെ നൽകിയ മറുപടി എന്താണ് എന്നതും കേൾക്കാം. സർക്കാരിന് വേണ്ടി സർക്കാരിന്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ച് സ്പീക്കറുടെ കസേരയിൽ ഇരുന്നതിന്റെ കുറ്റബോധം കൊണ്ടാണ് അങ്ങ് എന്നോട് ചോദിച്ചത് ആരാണ് പ്രതിപക്ഷ നേതാവ്. I register my strong protest. There is an impropriety in your question. There is an impropriety. സ്പീക്കറുടെ കസേരയിൽ ഇരുന്നുകൊണ്ട് അങ്ങ് പ്രതിപക്ഷ നേതാവ് ആരാണ് എന്ന് ചോദിച്ചത് അങ്ങയുടെ പക്വതയില്ലായ്മയാണ് തെളിയിക്കുന്നത് എന്ന് പറയേണ്ടി വന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. ഇവിടെ ഞങ്ങൾ അങ്ങ് ഒരിക്കലും ചോദിക്കാൻ പാടില്ലാത്ത ഒരു സ്പീക്കറും ആ കസേരയിൽ നിന്ന് ചോദിക്കാത്ത ചോദ്യമാണ് ചോദിച്ചത്. സ്പീക്കർ പദവിക്ക് അപമാനകരമായ ചോദ്യമാണ് അങ്ങ് ഉന്നയിച്ചത്. ഇവിടെ അങ്ങ് കൂട്ടുകയാണ്. ഈ സർക്കാരിന്റെ എല്ലാ വൃത്തികേടുകൾക്കും കൂട്ടുനിന്ന് പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങളാണ് അങ്ങ് ഹനിച്ചത് സാർ. അതുകൊണ്ട് ഞങ്ങൾ ഈ ചോദ്യോത്തര വേള ഞങ്ങൾ കേൾക്കണം. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, കൂടുതൽ വിവരങ്ങൾ പ്രശാന്ത് കൃഷ്ണ നൽകും. പ്രശാന്ത്, ഇപ്പോഴും സഭ ബഹളത്തിൽ തന്നെയാണോ മുന്നോട്ട് പോകുന്നത്? ഈ വാദപ്രതിവാദങ്ങൾക്ക് ശേഷം പ്രതിപക്ഷം ചോദ്യോത്തരവേള ബഹിഷ്കരിച്ച് പുറത്തേക്ക് പോയിരിക്കുന്നു. അതായത് അവർ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നില്ല. ഈ പരസ്പരം, അതായത് പ്രതിപക്ഷ നേതാവ് സ്പീക്കർ അപക്വമാണെന്ന് പറയുന്നു, സ്പീക്കർ അപമാനമാണ് സഭയ്ക്കെന്ന് പറയുന്നു. കാരണം ആരാണ് പ്രതിപക്ഷ നേതാവ് എന്നൊരു ചോദ്യം ആ കസേരയിൽ ഇരുന്നു കൊണ്ട് സ്പീക്കർ ചോദിക്കാൻ പാടില്ലായിരുന്നു എന്ന വിഷയമാണ് അദ്ദേഹം ഉയർത്തിയത്. അതിൻ്റെ പേരിൽ പ്രതിപക്ഷ നേതാവിനെ ആദ്യം മന്ത്രി എം.പി. രാജേഷും അതിനുശേഷം മുഖ്യമന്ത്രിയും കടന്നാക്രമിച്ചു. ഇതുപോലൊരു പ്രതിപക്ഷ നേതാവ് സഭാ ചരിത്രത്തിൽ ഇതുപോലൊരു സ്പീക്കർക്കെതിരെ ഇത്തരം അധിക്ഷേപ വാക്കുകൾ ഉപയോഗിച്ചിട്ടില്ല. ആ അധിക്ഷേപ വാക്കുകൾ ഉപയോഗിച്ചത് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ്റെ നിലവാരം എന്നും മുഖ്യമന്ത്രി ആഞ്ഞടിച്ചു. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ പ്രതിപക്ഷം ചോദ്യോത്തരവേള ബഹിഷ്കരിച്ചത് കൊണ്ട് സഭ ശാന്തമാണ്. കാരണം 10 മണി വരെ മാത്രമേ ഈ ശാന്തത നിലനിൽക്കും. നമ്മുടെ ഇപ്പോൾ അമല കൂടിയുണ്ട്. അതായത് അമലെ, ഇതിലിപ്പം ഈ ചോദ്യോത്തരവേളയിലെ നക്ഷത്ര ചിഹ്നം ഇട്ട ചോദ്യങ്ങളിൽ ഒരു ചോദ്യമുണ്ട്, ഫോൺ ചോർത്തൽ സംബന്ധിച്ച ഒരു ചോദ്യം. ഈ ചോദ്യം എന്ന് പറയുന്നത് ഈ ടെലികമ്മ്യൂണിക്കേഷൻ ആക്ട് പ്രകാരം വ്യക്തികളുടെ ഫോൺ സംഭാഷണം ചോർത്തുമായി ബന്ധപ്പെട്ട വിഷയമാണ്, ADGPയുമായി ബന്ധപ്പെട്ട വിഷയമാണ്, അന്വർ ഉന്നയിച്ച വിഷയമാണ്. ഇതിപ്പോൾ സഭയിൽ വരേണ്ടതായിരുന്നില്ലേ? സഭയിൽ വരേണ്ടതായിരുന്നു. പക്ഷേ അതിൽ ചോദ്യം ചോദിക്കേണ്ട ആളുകളുടെ പട്ടിക തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, മാത്യു കുഴൽനാടൻ, സനീഷ് കുമാർ ജോസഫ്, CR മഹേഷ് ആരും സഭയിലില്ല. അപ്പോൾ സ്വാഭാവികമായും ആ വിഷയത്തിൽ ചോദ്യത്തിലേക്ക് കടക്കില്ല. ഇനിയിപ്പോൾ അടിയന്തര പ്രമേയത്തിനാണ് കാത്തിരിക്കുന്നത്. വിഷയം ഇത് ഒഴിവാക്കിയ 49 ചോദ്യങ്ങളിൽ പെട്ടതായിരുന്നോ? അല്ല, ഇത് ഈ നക്ഷത്രജനം വിട്ട ചോദ്യം എന്നുള്ള നിലയിൽ മുഖ്യമന്ത്രി മറുപടി പറയേണ്ട ചോദ്യങ്ങൾ തന്നെയായിരുന്നു. അത് ഒഴിവാക്കിയിട്ടില്ല. പ്രിന്റ് ചെയ്ത് വന്നു. ഇനിയിപ്പോൾ അടിയന്തര പ്രമേയത്തിനാണ് കാത്തിരിക്കുന്നത്. അടിയന്തര പ്രമേയം അത്യന്തം ഗൗരവമുള്ള വിഷയമാണ്. മുഖ്യമന്ത്രി മലപ്പുറത്തെ പറ്റി നടത്തിയെന്ന് പറഞ്ഞ് ഹിന്ദു ദിനപത്രത്തിൽ അച്ചടിച്ച് വന്ന ഒരു പരാമർശമുണ്ട്. ആ പരാമർശം സംസ്ഥാനത്ത് സാമുദായിക അന്തരീക്ഷത്തെ തകർക്കാൻ പരുവത്തിനുള്ള ഒരു പരാമർശമായിരുന്നു. പക്ഷേ ഹിന്ദു ദിനപത്രം പിന്നീട് അത് തിരുത്തി. പക്ഷേ അതിൽ നിന്നും അങ്ങനെ അങ്ങ് ഒഴിഞ്ഞു മാറാൻ കഴിയുമോ? അതിന് പിന്നിൽ ഒരു PR ഏജൻസി ഉണ്ട് തുടങ്ങിയ വിമർശനങ്ങൾക്ക് നിലനിൽക്കുന്നു. ആ വിഷയത്തിൽ അടിയന്തര പ്രമേയം ഉണ്ടാകും. എന്ത് വിശദീകരണമാകും? ഇതിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നില്ല. പക്ഷേ ആ വിഷയത്തിൽ സംസാരിക്കാൻ ഒരു അവസരം ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ശാന്തത ഒരു 15 മിനിറ്റേ കാണുള്ളൂ. സ്വാഭാവികമായും 0 ഓവറിൽ പ്രതിപക്ഷം ഈ വിഷയം ഉന്നയിക്കും. ഇത് സാധാരണഗതിയിൽ മുഖ്യമന്ത്രി ഉത്തരം പറയേണ്ട, മുഖ്യമന്ത്രി കുഴപ്പത്തിലാകുന്ന ചോദ്യങ്ങൾ വരുമ്പോൾ സ്പീക്കർ അടിയന്തര പ്രമേയ നോട്ടീസിന് തന്നെ അനുമതി നിഷേധിക്കും. അതായത് അവതാരകന് വിശദീകരിക്കാനുള്ള അവസരമോ ഒന്നും തന്നെ ഉണ്ടാകില്ല. അത്തരത്തിൽ ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. മുൻപെല്ലാം കഴിഞ്ഞ സഭാ സമ്മേളനം കഴിഞ്ഞത് അതിന് മുമ്പത്തെ സമ്മേളനങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇന്നും അതിനെ ആവർത്തിക്കൂ. ഇന്ന് സഭയിൽ അല്പസമയങ്ങൾക്കകം നടക്കാൻ പോകുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഈ പ്രതിപക്ഷം അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിക്കും. മുഖ്യമന്ത്രി മറുപടി പറയും. കഴിഞ്ഞ തവണ ഉണ്ടായതുപോലെ മാധ്യമങ്ങളെ വിമർശിച്ച മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഒരു വിശദീകരണം ഉണ്ടാകും. സ്വാഭാവികമായും സ്പീക്കർ അത് കേട്ട് അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിക്കും. പ്രതിപക്ഷം ഇറങ്ങിപ്പോകും. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഒന്നും ഉണ്ടാകാൻ, നോട്ടീസിന് അനുമതി കൊടുത്തില്ലെങ്കിൽ ഇതൊന്നും ഉണ്ടാകില്ല. നേരിട്ട് തന്നെ അടുത്ത ശ്രദ്ധ ക്ഷണിക്കലിലേക്ക് കടക്കുന്ന ഒരു രീതിയാണ് നടക്കുക. അതിലേക്ക് തന്നെ പോകുന്ന തരത്തിലാണ് കാര്യങ്ങളും തോന്നുന്നത്. രാവിലത്തെ സാഹചര്യം കാണുമ്പോൾ മുഖ്യമന്ത്രി ഇന്ന് പറയുന്നതാണ്